പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിതമായിട്ടുള്ള നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. HTCയുടെ നേതൃത്വത്തിൽ മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട് വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനം ഒരു സീരിയസ് ആയിട്ട് നമ്മളത് ആരംഭിക്കുകയാണ്. സ്തോത്രം. ഈ പഠനം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് നമ്മെല്ലാവരും സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു മുഖവരയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് കൊണ്ട് അത് തീരുമെന്ന് അറിയില്ല. നമുക്ക് മുഖവുര അവസാനിക്കാതെ നമുക്ക് വാക്യത്തിലേക്ക് അധ്യായങ്ങളിലേക്കോ പ്രവേശിക്കാൻ കഴിയില്ല. കാരണം മുഖവര മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ കഴിയും. സ്തോത്രം. ഇൻട്രൊഡക്ഷൻ ഓഫ് റെവലേഷൻ. വെളിപ്പാട് പുസ്തകം ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകമാണ്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. പുതിയ നിയമത്തിലെ അവസാനത്തെ പുസ്തകം എന്ന് പറയുന്നതിനേക്കാൾ വെളിപ്പാട് പുസ്തകം ബൈബിളിലത്തെ ഒടുവിലത്തെ പുസ്തകമാണെന്ന് പറയുന്നതാണ് നന്നായിരിക്കും. ഇനി ഇതിന് മറ്റൊരു വിശേഷണം കൊടുത്താൽ പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. പഴയ നിയമത്തിൽ നമുക്ക് നിരവധി പ്രവചന പുസ്തകങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ നമുക്ക് ആകെ ഉള്ളത് ഒറ്റ പ്രവചന പുസ്തകമാണ്. അതാണ് വെളിപ്പാട് പുസ്തകം. ഇതൊരു പ്രവചന ഗ്രന്ഥമാണ് എന്നുള്ളതിന് ചില ബൈബിൾ തെളിവുകൾ നമുക്ക് ഈ പുസ്തകത്തിൽ നോക്കാം. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നതാണ്. അപ്പൊ ഇതൊരു പ്രവചനമാണ്. അതുകൊണ്ടാണ് ഈ പ്രവചനത്തിന്റെ വാക്കുകളെ എന്ന് പറയുന്നത്. കൂടാതെ 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായം അതിന്റെ 10-ാം വാക്യം, അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അപ്പോൾ ഇവിടെയും പ്രവചനമെന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി നിങ്ങൾ അതിന്റെ 18-ഉം 19-ഉം വായിച്ചു നോക്കിയാൽ 22-ാം അധ്യായത്തിന്റെ 18, 19 വാക്യങ്ങളിൽ 18-ാം വാക്യം തുടങ്ങുന്നത് ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും, 19-ാം വാക്യം ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്നാരെങ്കിലും. അപ്പോൾ വെളിപ്പാട് പുസ്തകം ഒരു പ്രവചന പുസ്തകമാണ് എന്നുള്ളത് കേവലം ഒരു ഭാഷ്യമല്ല, പിന്നെ അത് ഈ പുസ്തകത്തിനകത്ത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഒരു പ്രവചന പുസ്തകമാണ് എന്ന്. അതുകൊണ്ട് നമ്മൾ കൂടുതലും ഈ പുസ്തകത്തിനകത്തു നിന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനകത്തുള്ള വാക്യങ്ങളെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സ്തോത്രം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 4 റെഫറൻസുകൾ നൽകി തന്നു. വെളിപ്പാട് പുസ്തകം ഒരു പ്രവചന പുസ്തകമാണ് എന്ന് ഈ പുസ്തകം തന്നെ സാക്ഷീകരിക്കും. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും 22-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, 18-ാം വാക്യം, 19-ാം വാക്യമൊക്കെ ഇതൊരു പ്രവചന പുസ്തകമാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ഈ ഒരു രീതിയിൽ പറഞ്ഞാൽ, സ്തോത്രം, പ്രവചനങ്ങളുടെ ഒരു ഉപസംഹാരം എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കാം. പ്രവചനങ്ങളുടെ ഒരു ഉപസംഹാരം, എഴുതപ്പെട്ട പ്രവചനങ്ങളുടെ ഒരു ഉപസംഹാരം. അപ്പം എഴുതപ്പെട്ട എന്നുള്ളതും കൂടെ മുൻപിൽ ചേർത്തോണം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്. എഴുതപ്പെട്ട പ്രവചന ഒരു ഉപസംഹാരമാണ് ഈ പുസ്തകം. നമുക്ക് പുതിയ നിയമത്തിലേക്ക് നോക്കിയാൽ
പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങളെ ചരിത്ര പുസ്തകം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സ്തോത്രം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രമാണ്. അപ്പോസ്തല പ്രവൃത്തിയും ചരിത്ര പുസ്തകമാണ്. അത് സഭയെക്കുറിച്ചുള്ള ചരിത്രമാണ്. കൂടാതെ റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ 21 ലേഖനങ്ങളാണ്. അത് ഉപദേശപരമായ പുസ്തകങ്ങൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. 21 ലേഖനങ്ങൾ 5 എഴുത്തുകാരാണ് എഴുതിയിരിക്കുന്നത്. അതിനെ ഉപദേശ പുസ്തകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഫൈനലി പ്രവചന പുസ്തകം, പ്രവചനങ്ങളുടെ, എഴുതപ്പെട്ട പ്രവചനങ്ങളുടെ ഉപസംഹാരമായ വെളിപ്പാട് പുസ്തകം. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. പുതിയ നിയമത്തിൽ 5 ചരിത്ര പുസ്തകങ്ങൾ, 4 സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തി ഉൾപ്പെടെ 5 ചരിത്ര പുസ്തകങ്ങൾ, റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ 21 ഉപദേശ പുസ്തകങ്ങൾ, 5 എഴുത്തുകാരാൽ എഴുതപ്പെട്ടത്, അവസാനമായി എഴുതപ്പെട്ട പ്രവചനങ്ങളുടെ ഉപസംഹാരമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം. ഇനി ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ഈ വെളിപ്പാട് പുസ്തകത്തെ അവഗണിക്കാനേ പാടില്ല. അങ്ങനെ പറയാൻ കാര്യം, ഈ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള പ്രസംഗങ്ങൾ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടതിന് ശേഷം 1800 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പുസ്തകത്തെ കുറിച്ച് ആളുകൾ പഠിക്കാനും വായിക്കാനും തുടങ്ങിയത്. അപ്പൊ എത്ര നൂറ്റാണ്ടായി? പുസ്തകം എഴുതിയതിന് ശേഷം ഒരു 18 നൂറ്റാണ്ട് കഴിഞ്ഞു. 1800 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പുസ്തകം വായിക്കാനും ശ്രദ്ധിക്കാനും പലരും തുടങ്ങി. അത്രയും വർഷം ഈ പുസ്തകത്തെ ആരും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. ഇന്നും നമ്മുടെ ഇടയിൽ ഈ പുസ്തകം ശരിക്ക് വായിക്കാത്ത ആളുകളും പഠിക്കാത്ത ആളുകളും ഉണ്ട്. അപ്പം സങ്കീർത്തനങ്ങളും മത്തായി സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയൊക്കെ വായിക്കും. കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് വെളിപ്പാട് ദിവസം വായിക്കുന്ന ആരെങ്കിലും ഉണ്ട്? എത്ര സഭായോഗങ്ങൾ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ട്? വല്ലപ്പോഴും എങ്ങാനും കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്ന ഏതെങ്കിലും ബൈബിൾ ക്ലാസ്സിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ പരാമർശം ഉണ്ടെന്നല്ലാതെ ഇത് പലരും അവഗണിക്കുകയാണ്. ഇത് അവഗണിക്കുന്ന ഒരു പ്രധാന കാരണം, ഒന്നാൽ ഇത് മനസ്സിലാകത്തില്ല. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, പണ്ട് മുതലേ പലരും പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുന്നവർക്ക് പോരാട്ടം കൂടുതലാണെന്നും പഠിപ്പിക്കുന്നവർക്കും പോരാട്ടം കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇത് നന്നായി പഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിലെ സഭയുടെ ആകട്ടെ, യഹൂദന്റെ ആകട്ടെ, രാഷ്ട്രങ്ങളുടെ ആകട്ടെ, ലോകങ്ങളുടെ ആകട്ടെ, ഇതിന്റെ മുഴുവൻ ഭാവി അറിയണമെങ്കിൽ വെളിപ്പാട് പുസ്തകം അവഗണിക്കാതെ പഠിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വാരിക വായിച്ചപ്പം ഈ ഭാവി അറിയാൻ ഇത്രത്തോളം വ്യഗ്രതയുള്ള ഒരു കൂട്ടർ ഇന്ത്യക്കാരെ പോലെ വേറെ ആരുമില്ല, പ്രത്യേകിച്ച് മലയാളികളെ പോലെ. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇടയിൽ എല്ലാ ഡ്യൂപ്ലിക്കേറ്റുകൾക്കും ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത്. വെളിപ്പാട് പുസ്തകം, നിങ്ങളൊരു എക്സാമ്പിൾ, നിങ്ങൾ നാളത്തെ വാർത്ത അറിയാൻ നിങ്ങൾ പത്രം വായിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഇന്നിപ്പോ എന്തെങ്കിലും ചാനലിൽ ലൈവ് കാണുന്നതിനേക്കാൾ, അവർക്കൊക്കെ ലൈവ് ഉള്ളതേ കിട്ടുള്ളൂ. പക്ഷേ അടുത്ത മാസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന വാർത്ത അറിയാൻ നിങ്ങൾക്ക് ഒറ്റ മാർഗമേ ഉള്ളൂ, ഈ പുസ്തകം വായിച്ചാൽ മതി. വെളിപ്പാട് പുസ്തകം അത്ര ഭാവിയെക്കുറിച്ചുള്ള പ്രകാശനം നൽകുന്ന പുസ്തകമാണ്. ഇത് സഭയുടെ ഭാവി, യഹൂദന്റെ ഭാവി, ജാതീയ രാഷ്ട്രങ്ങളുടെ ഭാവി, ലോകത്തിന്റെ ഭാവി, എല്ലാ ഭാവിയെക്കുറിച്ചും ഈ പുസ്തകം പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകത്തെ നിങ്ങൾ അവഗണിക്കരുത്. സെക്കുലറായിട്ട് വന്നൊരു മാസികയിൽ ഞാൻ വായിച്ചതാണ്, 40,000 കോടി രൂപയാണ് ഒരു വർഷം ഭാവി അറിയാൻ ഇന്ത്യക്കാർ ചെലവാക്കുന്ന പൈസ. ഒന്നും രണ്ടൊന്നല്ല, 40,000 കോടി. അതൊരു
റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു മാഗസിനകത്ത് ഞാൻ വായിച്ചതാണ്. അത് അസ്ട്രോളജേഴ്സിന്റെ അടുത്താണെങ്കിലും ഇങ്ങനെ പല പല മീഡിയത്തിൽ കൂടെ അവരവരുടെ ഭാവി അറിയാൻ വേണ്ടി ആളുകൾ ആശ്രയിക്കുന്നു. അതിന് ചിലവാക്കുന്ന പൈസയാണ് ഇത്രയും. നമ്മൾ ഈ പഠനത്തിനകത്തൂടെ ഞാൻ മുൻപ് പറഞ്ഞതിന്റെ എല്ലാം ഭാവി എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയായിരിക്കും പോകുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തെ നിങ്ങൾ അവഗണിക്കരുത് എന്ന് പറയാൻ കാരണം, സ്തോത്രം, 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അതിന്റെ കാരണം പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തെ എന്തുകൊണ്ട് അവഗണിക്കരുത്? 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. എന്തുകൊണ്ട് അവഗണിക്കരുതെന്ന് പറഞ്ഞറിയാവോ? ഒറ്റ കാര്യം, 66 പുസ്തകങ്ങളിൽ 65 പുസ്തകങ്ങൾ വായിക്കണം, നമ്മളെല്ലാം വായിക്കണം. ഈ ബൈബിളിലെ എല്ലാ പുസ്തകവും വായിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, അല്ലെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നോ ഡൗട്ട്. പക്ഷേ ഇത് വായിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് ദൈവം പ്രൊണൗൺസ് ചെയ്ത ബൈബിളിലെ ഏക പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. എന്തുകൊണ്ട് ഇത് അവഗണിക്കരുത് എന്നുള്ളതിന്റെ ഒന്നാമത്തെ റീസൺ ഞാൻ പറഞ്ഞത്, ബൈബിളിലെ എല്ലാ പുസ്തകവും വായിക്കണം, വായിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, നോ ഡൗട്ട്, ഭാഗ്യവാനാണ്, നോ ഡൗട്ട്. പക്ഷെ ഇത് വായിക്കുന്നവൻ, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ, ഇത് പ്രമാണിക്കുന്നവൻ, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് ദൈവം ഡയറക്റ്റ് പ്രൊണൗൺസ് ചെയ്ത ഏക പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഈ പുസ്തകം നിങ്ങൾ അവഗണിക്കരുത്. ഇനി രണ്ടാമത്തെ കാര്യം പറയാം, സ്തോത്രം. 22-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, ഈ പുസ്തകം അവഗണിക്കരുത്. 22-ാം അധ്യായ 10-ാം വാക്യത്തിൽ അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. മുദ്രയിടരുതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അടച്ചു പൂട്ടി വെക്കരുതെന്ന്. ഇത് തുറന്നിരിക്കേണ്ട പുസ്തകമാണ്. പല ആളുകളും വീട്ടിൽ ഓൾറെഡി അടച്ച് മുദ്രയിട്ട് വെച്ചിരിക്കുക. പക്ഷെ ദൈവം പറയാണ്, ഈ പുസ്തകം എന്ത് ചെയ്യരുത്? ആരും മുദ്രയിടാൻ പാടില്ല, ഇത് തുറന്നു വെച്ചിരിക്കണം. അതിന്റെ അർത്ഥം എന്താ? എല്ലാവരും ഈ പുസ്തകം വായിച്ച് പഠിക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇനി ഒരു കാര്യം കൂടെ ആ ഭാഗത്തും ശ്രദ്ധിക്കാം. ഈ പുസ്തകം അവഗണിക്കരുതെന്നുള്ളതിന്റെ 3-ാമത്തെ കാര്യം, ഇതിന്റെ 18-ാം വാക്യം നോക്കി, 22-ന്റെ 18. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളെ ദൈവം അവന് വരുത്തും. ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലും പുസ്തകത്തെ കുറിച്ച് വായിച്ചിട്ടുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിലെ വചനത്തോട് അല്ലെങ്കിൽ അതിലെ പ്രവചനത്തോട് ആരെങ്കിലും അവരുടെ ഇഷ്ടാനിഷ്ടം എന്തെങ്കിലും ഒന്ന് കൂട്ടിയാൽ എന്താ സംഭവിക്കുന്നത്? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകൾ അവന് വരും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകൾ നമ്മൾ പഠിക്കും. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ മഹോദരവ കാലഘട്ടത്തിൽ കുറെ ബാധകൾ വരുന്നുണ്ട്. ഈ ബാധകൾ അവന് വരും. ആര്? ഈ പ്രവചന പുസ്തകത്തിലെ വാക്യങ്ങളിൽ എന്തെങ്കിലും ആഡ് ചെയ്യുന്നവന് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ബാധകൾ വരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. എനിക്ക് തോന്നുന്നു വേറൊരു പരാമർശം നമുക്ക് പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? അറിയാമെങ്കിൽ പറഞ്ഞോ. സ്തോത്രം. ഇങ്ങനെ ഏക പരാമർശമേ ഉള്ളൂ. വേറെ ഒരു പുസ്തകത്തെ കുറിച്ച് ഇങ്ങനെ പരാമർശമില്ല. പക്ഷെ മറ്റൊരു പരാമർശമുണ്ട്. മത്തായി സുവിശേഷം, ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കണം. സ്തോത്രം. 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, അവിടെ കർത്താവ് വേറൊരു പരാമർശം പറയുന്നുണ്ട്. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും
മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ എന്ന് പറഞ്ഞാൽ കർത്താവ് ഈ 5-ാം അധ്യായത്തിന്റെ 18 വരെയുള്ള വാക്യങ്ങളിൽ കുറെ കൽപ്പനകൾ പറയുന്നു. ഈ കൽപ്പനകളിൽ, അതും ചെറിയ കൽപ്പന എന്നാ പറയുന്നത്, ഈ ചെറിയ കൽപ്പനകളിൽ ഒന്നെങ്കിലും അഴിച്ചിട്ട് അവൻ അഴിച്ചത് പ്രകാരം അത് പഠിപ്പിച്ചാൽ അവനെ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കുന്നു. അതൊരു ചെറിയ പണിഷ്മെന്റ് ആണ്. പക്ഷെ അതിനേക്കാൾ മാരകമായ വിഷയമാണ് ഇപ്പോൾ പറഞ്ഞത്. ഏതാ? വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ 22-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പറഞ്ഞത്. സ്തോത്രം. അപ്പൊ ഈ പുസ്തകം കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധിക്കണം. സ്തോത്രം. അല്ലെങ്കിൽ ബാധകളൊക്കെ കയറി വരും വീട്ടിൽ. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം കൂടെ അവിടെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് നോക്കാം. 19-ാം വാക്യം കൂടെ നോക്കാം. 22-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ, ആദ്യം പറഞ്ഞത് കൂട്ടിയാൽ എന്നാ. സ്തോത്രം. ഇപ്പൊ പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും നീക്കിക്കളഞ്ഞാൽ അവനുള്ള പണിഷ്മെന്റ് എന്തുവാ? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അതൊക്കെ എന്താ നമ്മൾക്ക് ഭാവിയിൽ ചിന്തിക്കാം. അവന്റെ ഓഹരി ദൈവം നീക്കുമെന്ന്. ചില ഓഹരിയൊക്കെ അവന് പറയുന്നുണ്ട്. ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും ഒക്കെ ഓഹരിയുണ്ട്, അതെല്ലാം നീക്കുമെന്ന്. അപ്പം നിങ്ങളൊന്ന് ഓർത്തു വെക്ക്, ഈ പുസ്തകത്തെ അവഗണിക്കാൻ പാടുണ്ടോ? നിങ്ങൾ ഇന്ന് നമ്മൾ ഈ പഠനം എല്ലാ ബുധനാഴ്ചയാണ്. നിങ്ങൾ ഇന്നലെ ഈ പുസ്തകം 1-ാം അധ്യായം വായിച്ചു തുടങ്ങണം. അപ്പൊ നിങ്ങൾക്ക് പഠനം കുറച്ചുകൂടെ ഈസി ആവും. നിങ്ങൾ 1 അല്ല 10 തവണ വായിച്ചപ്പോൾ ചിലപ്പോൾ ഒന്നും പിടികിട്ടണമെന്നില്ല. കണ്ടിന്യൂസ് പിടി കിട്ടുന്നിടം വരെ വായിച്ചു. ഞാൻ ഫോളോ ചെയ്യുന്നൊരു സ്വഭാവം അങ്ങനെ. ഞാൻ അതർ കമന്ററീസിലൊന്നും ഞാൻ അധികം നോക്കാൻ പോകത്തില്ല. പക്ഷെ പിടി കിട്ടുന്നിടം വരെ ഞാൻ വായിച്ചു. അപ്പോൾ ഈ പുസ്തകത്തെ അവഗണിക്കരുതെന്ന് പറഞ്ഞതിലാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. 1, ഈ പുസ്തകം മുദ്രയിട്ടിട്ടില്ല, അത് തുറന്നിരിക്കുകയാണ്. 2, ഈ പുസ്തകത്തിൽ എന്തെങ്കിലും എഴുതപ്പെട്ടതിനോട് കൂട്ടിയാൽ ഇതിൽ എഴുതിയിരിക്കുന്ന ബാധകൾ അവന് വരും. 3, ഈ പുസ്തകത്തിലെ എന്തെങ്കിലും നീക്കുന്നവന് ജീവവൃക്ഷത്തിലും നഗരത്തിലുമുള്ള ഓഹരി അവന് നഷ്ടപ്പെടും. സ്തോത്രം. അതുകൊണ്ട് ഈ പുസ്തകത്തെ അവഗണിക്കരുത്. സ്തോത്രം. ആരെങ്കിലും അവഗണിച്ചാൽ അവൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന് പറയാൻ കഴിയില്ല. നമുക്ക് ഇനി ഇത് ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. വെളിപ്പാട് പുസ്തകത്തെ അതിന്റെ പഠന രീതിയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. 4 തരത്തിൽ വെളിപ്പാട് പുസ്തകം പഠിക്കാം. വെളിപ്പാട് പുസ്തകത്തിന്റെ പഠന രീതിയെ 4 തിരിക്കാം. 4 രീതിയിൽ പഠിക്കാം. 1, അലിഗോറിക്കൽ സ്റ്റഡി എന്നാണ് അതിന് പറയുന്നത്. അലിഗോറിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അക്ഷരികമായിട്ടുള്ള പഠനമല്ല, ആത്മീകമായ പഠനം. സ്പിരിച്വൽ ഇന്റർപ്രിട്ടേഷൻ മാത്രം കൊടുത്തുകൊണ്ടുള്ള പഠനമാണ് അലിഗോറിക്കൽ സ്റ്റഡി. അത് പൂർണ്ണവും ശരിയാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി ശരിയാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഒരു 80% അതിനെ നമുക്ക് ഓക്കെ പറയാം. കാരണം അക്ഷരികമായി വിടേണ്ട ചില വിഷയങ്ങളുണ്ട്, അതിനെ അങ്ങനെ തന്നെ വിടുന്നതാണ് നല്ലത്. എന്നാൽ അതിനെ നമുക്ക് ഈ പഠന രണ്ടാമത്തെ പഠന രീതി ഗ്രാമർ അനുസരിച്ചുള്ള വ്യാഖ്യാനമാണ്. ഗ്രാമർ അനുസരിച്ചുള്ള വ്യാഖ്യാനമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഭൂതകാലക്രിയയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അത് ചരിത്രത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്.
പാസ്റ്റ് ടെൻസിൽ പറയുന്ന ചില കാര്യങ്ങൾ, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ അത് ചരിത്രത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതൊരു വ്യാഖ്യാന രീതിയാണ് ഞാൻ പറഞ്ഞത്, ഗ്രാമറാണ്. ഉദാഹരണം പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. വെളിപ്പാട് പുസ്തകത്തിൽ മൃഗം എന്ന് പറയുന്നുണ്ട്. മൃഗം, അത് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ആ മൃഗം എന്ന് പറയുന്നത് അത് റോമൻ സാമ്രാജ്യമാണ്, അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യം ഭരിച്ച ചക്രവർത്തിമാരെയാണ് അത് സൂചിപ്പിക്കുന്നത്. അല്ലാതെ ഇനി അത് വരാൻ പോകുന്ന ഒരു പാർട്ടി അല്ല എന്നൊക്കെയുള്ള വ്യാഖ്യാനമുണ്ട്. അത് ഗ്രാമർ അനുസരിച്ചുള്ള വ്യാഖ്യാന രീതിയാണ്. അത് അല്പം പെശക് പിടിച്ച സംഭവമാണ്. അതുകൊണ്ട് ഇതാണ് രണ്ടാമത്തെ വ്യാഖ്യാന രീതി. മൂന്നാമത്തെ വ്യാഖ്യാന രീതി ഹിസ്റ്റോറിക്കൽ മെത്തേഡാണ്, ചരിത്രപരമായിട്ടുള്ള പഠനം. ചരിത്രപരമായ പഠനം. അതും ചില ആളുകൾ പറയുന്നത് ഇതൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അതിന് ഭാവിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിനവര് പറയുന്ന ചില കാര്യങ്ങൾ, അതിനവർ മുന്നോട്ട് വെക്കുന്ന കുറെ ന്യായീകരണങ്ങളുണ്ട്. സ്തോത്രം. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 10 മുതൽ 12 വരെ വാക്യങ്ങൾ ഒക്കെ ഉദ്ധരിച്ചാണ് അവർ അതിനെ ഇതിപ്പോ നടക്കുന്ന കാര്യങ്ങളാണ്, അത് ഭാവി നടക്കാൻ പോകുന്നതല്ല എന്നൊക്കെ അവര് ഉദ്ധരിക്കുന്നത്. അത് ചരിത്രപരമായ പഠനമാണ്. നാലാമത്തേത് ഫ്യൂച്ചറിസ്റ്റിക് അപ്രോച്ചാണ്, ഭാവിപരമായ പഠനം. ഭാവിപരമായ പഠനം. അപ്പൊ 4 രീതിയിൽ വെളിപ്പാട് പുസ്തകത്തെ പഠിക്കാം. പണ്ഡിതന്മാരല്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറിച്ചിടുന്നത് നന്നായിരിക്കും. സ്തോത്രം. ഇത് എന്താന്ന് ചോദിച്ചാല്, നമ്മളൊരു വിഷയം ഒരിടത്ത് നാളെ പ്രസംഗിക്കാൻ പോകുമ്പോഴാണെങ്കിലും ഓഡിയൻസിനെ കാണുമ്പോൾ നമുക്കറിയാം അവിടെ ഏത് ടൈപ്പ് മെസ്സേജ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയാം, ഞാൻ ആരെയും ചെറുതാക്കി പറയല്ല. ഞാൻ മണക്കാല ഷാരോനിൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ പകൽ യോഗത്തിന് വലിയ കുഴപ്പമില്ലായിരുന്നു. കാര്യം മുഴുവൻ സഹോദരന്മാരുമായിരുന്നു, നല്ല അന്തരീക്ഷമായിരുന്നു. വൈകിട്ടത്തെ യോഗത്തില് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സെമിനാരിയിലെ മുഴുവൻ പിള്ളേരും പഠിപ്പിക്കുന്ന അധ്യാപകർ മൊത്തം വന്നു, എല്ലാം ഡോക്ടറേറ്റ് എടുത്തുള്ളവരാണ്. ഞാനാണെങ്കിൽ ആകപ്പാടെ നമ്മൾ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുള്ള നോർമൽ ഡിഗ്രിയും പിന്നെ നമ്മുടെ സെൽഫ് സ്റ്റഡിയൊക്കെ ഉള്ളൂ. ഡോക്ടറേറ്റ് എടുത്ത പുള്ളികൾ വന്ന് എല്ലാം ഫ്രണ്ടിൽ കാലും കയറ്റി വെച്ചിരിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ രാവിലെ പ്രസംഗിച്ച രീതിയിലുള്ള ഒരു മെസ്സേജ് അവിടെ യേശത്തില്ല. യേശിയില്ലെങ്കിൽ അവർ പറയും പകല് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഉച്ചയ്ക്ക് വൈകിട്ട് പുള്ളിയുടെ കൃപ പോയി, ഉച്ചയ്ക്ക് എന്താ സംഭവിച്ചെന്ന് പറയുക. അങ്ങനെയൊക്കെ നമ്മുടെ ആളുകളല്ലേ, അതൊക്കെ പലതും പറയും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാല്, രാത്രി യോഗത്തിൽ ഒരു വിഷയത്തിൽ നിന്നൊരു വാക്യം പ്രസംഗിക്കാൻ എടുത്തിട്ട് അതിന്റെ ആ വാക്യത്തിന്റെ ഗ്രീക്ക്, എബ്രായ, ലാറ്റിൻ പദങ്ങളെല്ലാം എടുത്ത് അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഡോക്ടറേറ്റ് ഉള്ള ചില പുള്ളികളിൽ, പേര് പറയുന്നില്ല, ചില ആളുകൾ പേന ഒക്കെ എടുത്ത് പതിയെ അത് നോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി സംഭവം കത്തി തുടങ്ങിയെന്ന്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഈ പഠന രീതിയൊക്കെ കുറിച്ചിട്ട് വേണം. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ വേണമെങ്കിൽ ആ ഭാഗത്ത് ഈ 4 പഠന രീതി കുറിച്ചിട്ട് വേണം. നിങ്ങളെ എന്താ പറയുന്നത്, നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത ഇടങ്ങളിലൊക്കെ ചിലപ്പോൾ പ്രസംഗിക്കേണ്ടി വരും. അപ്പൊ ഈ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുന്നെങ്കിൽ അതിന്റെ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ടാ പറയുന്നെങ്കിൽ അവര് സ്വപ്നത്തിൽ പോലും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് പ്രയോജനപ്പെടും. അപ്പം ഈ 4 പഠന രീതിയാണ് പൊതുവെ വെളിപ്പാട് പുസ്തകത്തിന് ഉള്ളത്. സ്തോത്രം. ഇനി നമുക്ക് ഇതിനെ ഈ പുസ്തകത്തിലെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പുസ്തകത്തെ 3ആയി തിരിക്കാം. സ്തോത്രം. ഈ പുസ്തകത്തിന്റെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിതിനെ 3ആയി തിരിച്ചാണ് പഠിക്കാനുള്ളത്. സ്തോത്രം. 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ 3ആയി ഇതിനെ വിഭജിച്ചാണ് പഠിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തെ
പഠന സൗകര്യാർത്ഥം 3 വിഭജിച്ചാണ് പഠിക്കുന്നത്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാൻ ഇരിക്കുന്നതും. അപ്പോൾ 3 തിരിക്കുക. ഒന്ന്, നീ കണ്ടത്. അതെവിടെയാണ് എഴുതിയിരിക്കുന്നത്? നീ കണ്ടത്. സ്തോത്രം. 1-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴേക്കുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ പ്രധാനമായിട്ടും 13-ാം വാക്യം മുതൽ അത് ആരംഭിക്കുന്നുണ്ട്. യോഹന്നാൻ കണ്ട കാര്യം. 2, ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഉള്ളത് 2-3 അധ്യായങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ചാപ്റ്റർ 2, ചാപ്റ്റർ 3. ഇനി സംഭവിപ്പാനിരിക്കുന്നത്. ഇനി സംഭവിപ്പാനിരിക്കുന്നത് എന്നുള്ളതിന് നമുക്ക് 2 പേരുകൾ കൊടുക്കാം. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത്. ഇനി സംഭവിപ്പാനുള്ളതിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് വേഗത്തിൽ സംഭവിപ്പാനുള്ളത്. കൂടാതെ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് എന്താ? മേലാൽ സംഭവിപ്പാനുള്ളത്. അപ്പോൾ ഇനി സംഭവിപ്പാനുള്ളത് എന്നുള്ളതിന് നമുക്ക് മേലാൽ സംഭവിപ്പാനുള്ളത് എന്നും കൂടെ കൊടുക്കാം. സ്തോത്രം. അത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം മുതൽ മേലാൽ സംഭവിപ്പാനുള്ള കാര്യമാണ്. സ്തോത്രം. ഇനി ഇത് 3-ഉം, നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത്. അതിൽ നീ കണ്ടത് ഇതെവിടെ വെച്ചാണ് യോഹന്നാൻ കണ്ടത്? 9-ാം വാക്യം, 1-9. നിങ്ങളുടെ സഹോദരനും യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. അപ്പോൾ പത്മോസ് എന്ന ദ്വീപിൽ വെച്ചാണ് യോഹന്നാൻ നീ കണ്ടത്. അപ്പോൾ ഇനി നമുക്ക് യോഹന്നാൻ പത്മോസിൽ വന്നതിന്റെ ഒരു വിശദീകരണം നമുക്കൊന്ന് നോക്കിയിട്ട് വേണം അടുത്ത ഭാഗത്തേക്ക് പോകാൻ. യോഹന്നാൻ പത്മോസിൽ വന്നതിന്റെ ഒരു വിശദീകരണം. എന്താണ് പത്മോസ്? ഈജിപ്തിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹങ്ങളിൽ 10 മൈൽ നീളവും 6 മൈൽ വീതിയുമുള്ള ഒരു ദ്വീപാണ് പത്മോസ് എന്ന് പറയുന്ന ദ്വീപ്. ഈജിപ്ഷ്യൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹങ്ങളിൽ 10 മൈൽ നീളവും 6 മൈൽ വീതിയുമുള്ള ഒരു ദ്വീപാണ് പത്മോസ്. പാറക്കെട്ടുകൊണ്ട് നിറഞ്ഞ ഊഷര ഭൂമിയുള്ള ഒരു ദ്വീപാണ് പത്മോസ് എന്ന് പറയുന്ന ദ്വീപ്. ഇത് ശ്രദ്ധിച്ചിരുന്നാൽ വാക്യങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ പ്രയോജനപ്പെടും. പാറക്കെട്ടുകൊണ്ട് നിറഞ്ഞ ഊഷര ഭൂമിയിലുള്ള ഒരു ദ്വീപാണ്. തലയോട്ടി കണക്കിന് പൊട്ടിച്ചിതറിക്കിടക്കുന്ന പാറക്കഷ്ണങ്ങളെ നമുക്കിവിടെ ധാരാളം കാണാം. തലയോട്ടിയുടെ ആകൃതിയിൽ
പൊട്ടിച്ചിതറി കിടക്കുന്ന നിരവധി പാറക്കഷ്ണങ്ങളെ നമുക്കിവിടെ കാണാം. ഈ ദ്വീപിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. കൂടെ കൂടെ അഗ്നിപർവ്വത സമാനമായിട്ടുള്ള ചില സ്ഫോടനങ്ങൾ ഈ കുന്നുകളിലും പാറക്കെട്ടുകളിലും നടക്കുന്നുണ്ട് പത്മോസിൽ. അതുകൊണ്ട് തന്നെ ഇത് വളരെ അപകടം പിടിച്ചൊരു സ്ഥലമെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കൂടെ കൂടെ അഗ്നിപർവ്വത സ്ഫോടന തുല്യമായിട്ടുള്ള സ്ഫോടനങ്ങൾ പത്മോസിലെ കുന്നുകളിലും പാറക്കെട്ടുകളിലും നടക്കുന്നുണ്ട്. അങ്ങനെ ആയിരിക്കാം ഈ തലയോട്ടിയുടെ ആകൃതിയിലുള്ള പൊട്ടിച്ചിതറി കിടക്കുന്ന പാറ കഷ്ണങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഖനനം ചെയ്ത ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. പല രാജ്യങ്ങളിൽ നിന്നായി കുറ്റവാളികളെ ഈ ദ്വീപിലേക്ക് നാടുകടത്തുന്ന പതിവുണ്ടായിരുന്നു. ആ സ്ഥലത്തേക്കാണ് യോഹന്നാനെയും നാടുകടത്തപ്പെട്ടത്. ഈ യോഹന്നാൻ എങ്ങനെയാണ് ഈ പത്മോസിൽ എത്തപ്പെട്ടത്, അതിന്റെ ഒരു പശ്ചാത്തലം കൂടെ നോക്കിയിട്ട് നമുക്ക് പോകാം. സ്തോത്രം. യോഹന്നാൻ പത്മോസിൽ ഒരു ഗുഹയിലാണ് കഴിഞ്ഞെന്നാണ് ചില ചിന്തകന്മാർ പറയുന്നത്. അദ്ദേഹം ഗുഹയിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചതെന്നും വെള്ളം കുടിച്ചതെന്നും എനിക്കറിയത്തില്ല. അതൊക്കെ യോഹന്നാനെ കാണുമ്പോൾ ചോദിക്കാന്നേ ഉള്ളൂ. സ്തോത്രം. ഇനി യോഹന്നാൻ എങ്ങനെയാണ് പത്മോസിൽ എത്തിയെന്നുള്ളതിന്റെ ഒരു പശ്ചാത്തലം കൂടെ നമുക്ക് നോക്കാം. സ്തോത്രം. AD 80 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിലാണ് റോമൻ ചക്രവർത്തിയായിരുന്ന ഡൊമീഷ്യൻ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. AD 80 മുതൽ AD 96 വരെയുള്ള കാലഘട്ടം. അന്ന് റോമിനെ ഭരിച്ചിരുന്ന വിറപ്പിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു ഡൊമീഷ്യൻ. അദ്ദേഹത്തിന്റെ ഒരു വലിയ പീഡനത്തിന്റെ കാലഘട്ടമായിരുന്നു ആ സമയം. ആ സമയത്താണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന അന്തിപ്പാസിനെ വറത്തു കൊല്ലുന്നത്. എവിടാ വെളിപ്പാട് പുസ്തകത്തിൽ ഇത് പറയുന്നേ? 2-ാം അധ്യായം 13-ാം വാക്യം. അവിടെ പെർഗമോ സഭയോട് ദൂത് പറയുമ്പോൾ പറയുന്നുണ്ട്, വിശ്വസ്തനായിരുന്ന അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ ഭാഗം. ഈ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ പീഡനത്തിന്റെ ഈ കാലഘട്ടത്തിലാണ് അന്തിപ്പാസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യന്റെ രക്തസാക്ഷിയായത്. അദ്ദേഹത്തെ വറത്തു കൊന്നെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. ഇതിനു മുമ്പ് AD 64 മുതൽ മുന്നോട്ടുള്ള കാലഘട്ടങ്ങൾ നീറോ ചക്രവർത്തിയുടെ കാലമായിരുന്നു. അദ്ദേഹം ഒട്ടും മോശമല്ലായിരുന്നു. അദ്ദേഹവും ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിച്ച ആളാണ് നീറോ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ ചില വിനോദങ്ങളൊക്കെ നമുക്ക് പ്രസിദ്ധമാണ്. സ്തോത്രം. അദ്ദേഹത്തിന്റെ കാലത്താണെന്നാണ് എൻ്റെ ഓർമ്മ പൗലോസിനെ ഒക്കെ ചിരച്ഛേദം ചെയ്യുന്നതൊക്കെ. സ്തോത്രം. അപ്പൊ നീറോ ചക്രവർത്തിയുടെ പീഡനം തന്നെ തുടർന്നു വന്നയാളാണ് ഡൊമീഷ്യൻ. അതിക്രൂരമായിട്ട് തന്നെ നീറോ ചെയ്ത പീഡനം തുടർന്നു വന്നയാളാണ്. അതിനു മുൻപുള്ള ചക്രവർത്തിമാരുടെ കാലത്തുമൊക്കെ ചക്രവർത്തി പൂജ നിലവിൽ വന്നിരുന്നു. ചക്രവർത്തിമാരെ പൂജിക്കുന്ന ആരാധിക്കുന്ന ഒരു സമ്പ്രദായം ഡൊമീഷ്യന്റെ കാലത്തും ഉണ്ടായിരുന്നു. തനിക്ക് മുൻപുള്ള ചില ചക്രവർത്തിമാരുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡൊമീഷ്യൻ ചക്രവർത്തി എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, അദ്ദേഹം റോമിൽ യൂപ്പിറ്റർ എന്ന് പറയുന്ന ഒരു ദൈവാലയം റോമിൽ സ്ഥാപിച്ചു. യൂപ്പിറ്റർ എന്ന് പറയുന്ന ഒരു ദൈവാലയം അദ്ദേഹം റോമിൽ സ്ഥാപിച്ചു. എന്നിട്ട് ആ ദൈവാലയത്തിനകത്ത് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ വിഗ്രഹം അദ്ദേഹം ദൈവമായി പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഡൊമീഷ്യൻ സ്വയം ദൈവമായി അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ട് ചക്രവർത്തി ആരാധന അദ്ദേഹം വിളംബരം ചെയ്തു. ചക്രവർത്തി ആരാധന അദ്ദേഹം വിളംബരം ചെയ്തു.
ജനങ്ങളെല്ലാവരും ചക്രവർത്തിയെ ദൈവമായി ആരാധിക്കണമെന്നുള്ള രാജകൽപ്പനയാണ് അവിടെ. രാജ്യത്തിലെ എല്ലാ മനുഷ്യരും അവർക്ക് നന്മയുണ്ടാകാൻ, അവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ, അവരുടെ കൺകണ്ട ദൈവമായി ചക്രവർത്തിയെ കരുതി ഡൊമീഷ്യനെ ആരാധിക്കാനുള്ള കനത്ത ആഹ്വാനം ഡൊമീഷ്യൻ ചക്രവർത്തി രാജ്യം മുഴുവൻ വിളംബരം ചെയ്യുകയാണ്. അങ്ങനെ ചക്രവർത്തി ഇപ്പോൾ ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. എന്നാൽ ഈ വിഷയത്തിനെതിരെ വിദ്യാസമ്പന്നരായ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാരും ചക്രവർത്തിയുടെ കുടുംബത്തിൽ തന്നെയുള്ള ചില ആളുകളും ഈ ചക്രവർത്തി ആരാധനയെ ശക്തമായി ആ കാലത്ത് എതിർത്തിരുന്നു. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഡൊമീഷ്യന്റെ ഈ കാലഘട്ടമായപ്പോഴേക്ക് റോമിൽ സുവിശേഷം ശക്തമായി വ്യാപിച്ചിരുന്നു. ആ സുവിശേഷത്തിന്റെ വ്യാപനം നിമിത്തം ചക്രവർത്തിയുടെ കുടുംബത്തിൽപ്പെട്ട, ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കുടുംബത്തിൽപ്പെട്ട പലരും യേശുക്രിസ്തുവിനെ കർത്താവായി അംഗീകരിക്കുകയും സുവിശേഷം നിമിത്തം വീണ്ടും ജനനം പ്രാപിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഈ ചക്രവർത്തി പൂജയെ ചക്രവർത്തിയുള്ളവരും ചില ഉയർന്ന ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് അതിനെ ശക്തമായി എതിർക്കുവാൻ ഇടയായിത്തീർന്നത്. അങ്ങനെ ഈ ചക്രവർത്തി പൂജയുടെ വിളംബര നിമിത്തം ഒരു ആഭ്യന്തര യുദ്ധം തന്നെ റോമിൽ പൊട്ടിപ്പുറപ്പെട്ടു. ഒരാഭ്യന്തര യുദ്ധം. ആ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ ഡൊമീഷ്യൻ ചക്രവർത്തി പകരം വീട്ടിയത് ക്രിസ്ത്യാനികളെ, ക്രൈസ്തവരെ ക്രൂരമായി കൊന്നൊടുക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം തനിക്ക് നേരെ വന്ന ഈ ആഭ്യന്തര യുദ്ധത്തിനുള്ള പകരം വീട്ടൽ അദ്ദേഹം നടത്തിയത്. തന്റെ രാജകുടുംബത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളായ ആളുകളെയൊക്കെ കണ്ടുപിടിച്ച് അദ്ദേഹം കൊന്നുകളയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എഫെസോസ് സഭയുടെ മൂപ്പനായിരുന്ന വൃദ്ധനായ യോഹന്നാൻ അപ്പോസ്തലൻ, അദ്ദേഹവും ഈ പീഡയുടെ ഇടയിൽ ചക്രവർത്തിയുടെ പടയാളികളാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തെയും സുവിശേഷം നിമിത്തം അവർ പിടിച്ച് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. ചക്രവർത്തി ആവശ്യപ്പെട്ടത് യേശുക്രിസ്തുവിനെ തള്ളി പറയണം. ഒറ്റ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വൃദ്ധനായ യോഹന്നാൻ പറഞ്ഞു, ഞാൻ ഒരാളെ മാത്രമേ വാ കൊണ്ട് കർത്താവ് എന്ന് ഏറ്റു പറഞ്ഞിട്ടുള്ളൂ, ഇനി മറ്റൊരാളെ കർത്താവ് എന്ന് പറയാൻ കഴിയില്ല. അന്ത്യത്തോളം ഞാൻ എൻ്റെ വിശ്വാസം മുറുകെ പിടിക്കും, നിശ്ചയമായും ദൈവനെ സഹായിക്കുമെന്ന് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ മുന്നിൽ ഭയമില്ലാതെ, കൂസലില്ലാതെ യോഹന്നാൻ എന്ന വൃദ്ധനായ അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞു. തൽക്ഷണം ചക്രവർത്തി കോപിഷ്ഠനായിട്ട് കടുത്ത ശിക്ഷാ നടപടികളാണ് യോഹന്നാന് നേരെ തൊടുത്തുവിട്ടത്. ചരിത്രം പറയുന്നത്, ഒരു വലിയ വാർപ്പിനകത്ത് എണ്ണ നിറച്ചിട്ട് യോഹന്നാനെ ആ എണ്ണയിൽ എടുത്തിട്ടിട്ട് ആ എണ്ണ തിളപ്പിച്ചെന്നാ പറയുന്നത്. വലിയ വാർപ്പിനകത്ത് എണ്ണ നിറച്ചിട്ട് ആ എണ്ണ തിളപ്പിച്ചു, യോഹന്നാനെ എടുത്ത് അതിനകത്തേക്ക് ഇട്ടു. പക്ഷേ യോഹന്നാൻ അതിൽ വീണ് കഴിഞ്ഞപ്പോൾ ആ എണ്ണ, അതിന്റെ ചൂട് പോവുകയും ആ എണ്ണ തണുത്തു പോവുകയും ചെയ്യുകയും ആ തീ കെട്ടുപോയി, തൽക്ഷണം ആ തീ കെട്ടുപോയെന്നുമാണ് ചരിത്രങ്ങൾ പറയുന്നത്. ചക്രവർത്തി ഇത് കണ്ട് അത്ഭുതപ്പെട്ടെങ്കിലും അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. മറ്റു ചില എഴുത്തുകാർ പറയുന്നു, രണ്ടാമത് ഏറ്റവും മാരകമായ ആ കാലത്തെ കൊടിയ വിഷം യോഹന്നാനെ കൊണ്ട് നിർബന്ധമായി കുടിപ്പിച്ചെന്നാ പറയുന്നത്. യോഹന്നാൻ ഒരു മാംഗോ ജ്യൂസ് കുടിക്കുന്ന പോലെ കുടിക്കുമ്പോൾ വിട്ടു. യോഹന്നാന് മാരകമായിട്ടില്ല. അങ്ങനെ നിവൃത്തിയില്ലാതെ ചക്രവർത്തി യോഹന്നാനെ, ചക്രവർത്തിയുടെ ആരാധനയ്ക്ക് നേരെ നഖശികാന്തം എതിർത്തു നിന്ന ഈ വൃദ്ധനായ യോഹന്നാനെ നാട് കടത്തുവാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് യോഹന്നാൻ സുവിശേഷം നിമിത്തം പത്മോസ് ദ്വീപിലേക്ക് എത്തപ്പെട്ടത്. സ്തോത്രം. അപ്പോൾ എങ്ങനെയാണ് യോഹന്നാൻ പത്മോസിലേക്ക് എത്തിയതെന്നും, യോഹന്നാൻ പത്മോസിലേക്ക് എത്തിയപ്പോൾ യോഹന്നാനെ ദൈവം കാണിച്ച
കാഴ്ചയുടെ വിഭജനവുമാണ് നാം പറഞ്ഞത്. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിക്കാനുള്ളത്. ഇനി മറ്റൊരു രീതിയിൽ വെളിപ്പാട് പുസ്തകത്തെ നമുക്ക് വിഭജിക്കാം. മറ്റൊരു രീതിയിൽ രണ്ടാമത്തെ ഒരു വിഭജനത്തിന്റെ രീതിയാണ് ഞാൻ പറയുന്നത്. 4 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അത് മഹോദരവ കാലഘട്ടത്തെ കുറിക്കുന്ന അധ്യായമാണ്, മേലാൽ സംഭവിക്കാനുള്ളത്. 4 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ. ഇതിനെ നമ്മൾ രണ്ടായി വിഭജിച്ചു പഠിക്കണം. 4 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളെ രണ്ടായി വിഭജിച്ച് പഠിക്കണം. നാല് 5 അധ്യായങ്ങളിൽ സഭ സ്വർഗത്തിലാണ്. 4, 5 അധ്യായങ്ങളിൽ സഭ സ്വർഗത്തിലാണ്, കർത്താവിനോട് കൂടെയാണ്. സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട് കർത്താവിനെ ആരാധിക്കുകയാണ് അവിടെ. ആറ് മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയാണ് ആന്റി ക്രൈസ്റ്റിന്റെ പ്രത്യക്ഷതയും അവൻ ആദ്യം സമാധാന ദൂതനായിട്ടാണ് പുള്ളി പ്രത്യക്ഷനാകുന്നത്, ആന്റി ക്രൈസ്റ്റ്. പിന്നീടാണ് അവന്റെ സ്വഭാവം മാറുന്നതും മഹാപീഡനം അഴിച്ചുവിടുന്നതുമൊക്കെ. നമുക്കിങ്ങനെ രണ്ടായിട്ട് ഈ 4 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളെ പഠിക്കാം. 4, 5 അധ്യായങ്ങൾ സഭ സ്വർഗത്തിലാകുന്നു. 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ ആന്റി ക്രൈസ്റ്റിന്റെ പ്രത്യക്ഷപ്പെടലും പിന്നീട് അവൻ അഴിച്ചുവിടുന്ന മഹാപീഡനവുമാണ്. ഇനി നമുക്ക് ശ്രദ്ധിച്ചാൽ 19 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ വിഭജനത്തിന്റെ രണ്ടാമത്തെ ഇതാണ്. ആദ്യത്തെ നമ്മൾ 4 മുതൽ 18 വരെ, അതിന്റെ സംഭാവന ഞാൻ പറഞ്ഞത് 4, 5 അധ്യായങ്ങൾ സഭ സ്വർഗത്തിലാണെന്നും 6 മുതൽ 18 വരെ ആന്റി ക്രൈസ്റ്റിന്റെ പ്രത്യക്ഷതയാണ്. ഇനി അതിന്റെ വിഭജനത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് 19 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ. 19-ാം അധ്യായം ഈ ഭൂമിയിലെ ഏറ്റവും ഒടുവിലത്തെ ശിക്ഷയും തുടർന്ന് യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയുമാണ്. പത്തൊമ്പതാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ അത് ശ്രദ്ധേയമാണ്. കൂടാതെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് യേശു ക്രിസ്തുവിന്റെ വരവ് 19-ാം അധ്യായം 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. 11-ാം വാക്യത്തിൽ യേശു ക്രിസ്തു വരുന്നു, താൻ വെള്ള കുതിരപ്പുറത്ത് വരുന്ന ഭാഗമാണ് കാണുന്നത്. ഇതിനകത്തൊരു അബദ്ധം പറ്റരുത്. 6-ാം അധ്യായത്തിൽ ഒരു വെള്ള കുതിരപ്പുറത്തൊരാൾ വരുന്നുണ്ട്. ആന്റി ക്രൈസ്റ്റ് വരുന്നതും വെള്ള കുതിരപ്പുറത്താണ് 6-ാം അധ്യായത്തിൽ. 19-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ വരവും വെള്ള കുതിരപ്പുറത്താണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. അതൊക്കെ നമുക്ക് വാക്യങ്ങളിലോട്ട് കയറുമ്പോൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കർത്താവിന്റെ രണ്ടാം വരവ് നടക്കുന്നത് ഈ 19-ാം അധ്യായത്തിലാണ്. അതാണ് മഹത്വ പ്രത്യക്ഷത. അതിനെയാണ് രണ്ടാം വരവ് എന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റേത് മേഘത്തിൽ വരേണ്ടി വരുന്നുള്ളൂ, ഭൂമിയിലേക്ക് വരുന്നില്ല. ഭൂമിയിലെ രണ്ടാം വരവ് നടക്കുന്നത് 19-ാം അധ്യായത്തിലാണ്. 19-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലാണ് യേശു ക്രിസ്തു രാജ്യഭാരം ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ രാജ്യഭരണം ഏറ്റെടുക്കുന്നത്. 6-ാം വാക്യം 19-ന്റെ 6, അതിന്റെ അവസാന വാക്യം എന്താ പറയുന്നത്? സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. സ്തോത്രം. അപ്പൊ ചാപ്റ്റർ 19-ലാണ് രണ്ടാം വരവിന്റെ പൂർത്തീകരണം നടക്കുന്നത്. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
അവിടെ യേശുക്രിസ്തുവിന്റെ രാജ്യഭരണവും സഹസ്രാബ്ദ വാഴ്ചയുമാണ്. 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. 1000 ആണ്ട് വാഴ്ചയും യേശുക്രിസ്തുവിന്റെ രാജഭരണമൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. 21, 22 അധ്യായങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അധ്യായങ്ങളാണ്. ഇവിടെയാണ് നിത്യത ആരംഭിക്കുന്നത്. കൊതിയോടെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ട പ്രധാന വിഷയം ഈ 2 അധ്യായങ്ങളാണ്. നിത്യത ആരംഭിക്കുന്ന വിഷയം ഇവിടെയാണ്, എറ്റേണിറ്റി. 21-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പുതിയ ആകാശവും പുതിയ ഭൂമിയും, പുതിയ ആകാശം വരുന്നു, പുതിയ ഭൂമി വരുന്നു, പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നു, കണ്ണുനീര് മാറുന്നു, ദുഃഖം മാറുന്നു, ശാപം മാറുന്നു, മരണം മാറുന്നു. ഇതൊന്നുമില്ലാത്ത ഒരു ജീവിതം ആരംഭിക്കുന്നു. നിത്യത. കണ്ണുനീരിനും ദുഃഖത്തിനും മരണത്തിനും ശാപത്തിനും സകലത്തിനും അറുതി വരുത്തുന്ന ഒരു ജീവിതം ആരംഭിക്കുന്നു. എറ്റേണിറ്റി ആരംഭിക്കുകയാണ് 21-ാം അധ്യായത്തിൽ. ഇത് ക്രമത്തിൽ നോട്ട് ചെയ്യുന്നവർക്ക് ഏകദേശം ഒരു ഊഹം ലഭിക്കും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ്, യോഹന്നാൻ ഈ വെളിപ്പാട് എങ്ങനെയാണ് ലഭിച്ചത്? ഇത് യോഹന്നാന്റെ വെളിപ്പാടല്ല. യോഹന്നാൻ വെറുതെ പേന പിടിച്ചെന്നേ ഉള്ളൂ. ഇത് യോഹന്നാൻ ഈ വെളിപ്പാട് എങ്ങനെയാണ് ലഭിച്ചത്? 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ 4 കൈമാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, 1-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെയാണ് വെളിപ്പാട്. യേശുക്രിസ്തുവിന് എങ്ങനെ കിട്ടി? വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അപ്പോൾ പിതാവ് പുത്രന് കൊടുത്തു. അപ്പൊ ഇത് പിതാവിൽ നിന്ന് പുത്രനിലേക്ക് വന്നു. ഇനി അടുത്ത എന്താ എഴുതിയിരിക്കുന്നത്? അവനത് ദൂതൻ മുഖാന്തരം. അപ്പോൾ പുത്രൻ ഇത് ആർക്ക് കൊടുത്തു? ദൂതന് കൊടുത്തു. 3, ദൂതൻ അത് യോഹന്നാന് പ്രദർശിപ്പിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. കണ്ടോ? അപ്പൊ ഒന്ന് പിതാവ് പുത്രന് കൊടുത്തു, പുത്രൻ ദൂതന് കൊടുത്തു, ദൂതൻ യോഹന്നാന് കൊടുത്തു, യോഹന്നാനിൽ നിന്ന് നമുക്ക് ലഭിച്ചു. അപ്പോൾ 4 കൈമാറ്റങ്ങളിലൂടെയാണ് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് യോഹന്നാൻ ഒരു അവത്വം പറ്റി. കാരണം യോഹന്നാൻ ഇത് കാണിച്ചു കൊടുത്ത ദൂതനാണല്ലോ. യോഹന്നാൻ ഒരു അവത്വം പറ്റി. യോഹന്നാൻ 22-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ 8, 9 വാക്യങ്ങളിൽ തനിക്ക് വെളിപ്പാട് കാണിച്ചെന്ന ദൂതന്റെ കാൽക്കൽ ചാടി വീണ് യോഹന്നാൻ നമസ്കരിച്ചു. അതവിടെ എഴുതിയിട്ടുണ്ട്, ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന. അത് ഇന്നും അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒരു പ്രവാചകൻ ഒരു ദൂത് പറഞ്ഞാൽ, ഒരു വെളിപ്പാട് പറഞ്ഞാൽ, പിന്നെ അയാളുടെ പുറകെ 24 മണിക്കൂർ. മനസ്സിലാകുന്നുണ്ടോ? അയാൾക്ക് സമാധാനം കൊടുക്കത്തില്ല. ഞാൻ ഇന്നും ഒരാളോട് പറഞ്ഞു, നിങ്ങളൊരു ആലോചന കേട്ടിട്ട് പിന്നെ നിങ്ങൾ അതിനു വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കും. അല്ലാതെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം ഓൺലി മെസ്സഞ്ചർ മാത്രമാണ്. നിങ്ങൾ പറയാൻ ദൈവം ഏൽപ്പിച്ച ആളെന്നുള്ളതിന്റെ അപ്പുറത്ത് ഒരു എക്സ്ട്രാ ഓർഡിനറി കഴിവുകളും ഇല്ല. യോഹന്നാൻ ആവത്തം പറ്റി. യോഹന്നാൻ ഇത്രയും കാര്യമൊക്കെ കാണിച്ചു തന്നതല്ലേ, അമേസിംഗ് ആയിട്ട്, എക്സ്ട്രാ ഓർഡിനറി ആയി. യോഹന്നാൻ ചാടി കാൽക്കലോട്ട് വീണു. ഉടനെ ദൂതൻ എന്താ പറഞ്ഞെന്നറിയാമോ? നമ്മുടെ ഇന്നത്തെ ആളുകളാണ് പറഞ്ഞത്, ബ്രദറെ ഇത് ഞങ്ങളുടെ പ്രൊഫറ്റിക്കൽ കവറിങ്ങിലായതുകൊണ്ടാണ് ബ്രദർ ജീവിച്ചൊക്കെ പോണേ, അല്ലായിരുന്നെങ്കിൽ. യോഹന്നാൻ പറഞ്ഞു, ദൂതൻ എന്താ പറഞ്ഞെന്നറിയാമോ? ദൂതൻ പറഞ്ഞു, അരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരനായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്കാം. സ്തോത്രം.
നമ്മുടെ സമയം ഏകദേശം കഴിയുന്നെങ്കിൽ ഒരു പദം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വെളിപ്പാടെന്ന പേര് എങ്ങനെ വന്നു? അതുകൂടെ പറയാം. വെളിപ്പാട് എന്നുള്ള പേര് എങ്ങനെ വന്നു? അപ്പോകാലിപ്സിസ് എന്ന വാക്കാണ് വെളിപ്പാട് എന്നതിനെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മൂലഭാഷയായ ഗ്രീക്കിൽ അപ്പോകാലിപ്സിസ് എന്ന വാക്കാണ് വെളിപ്പാട് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോകാലിപ്സ് എന്നതിന് മറ നീക്കി കാണിക്കുക എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ തിരശീല നീക്കുക എന്നൊക്കെയാണ് അർത്ഥം. മറ നീക്കി കാണിക്കുക അല്ലെങ്കിൽ തിരശീല നീക്കുക എന്നൊക്കെയാണ് അർത്ഥം. എനിക്ക് യോഹന്നാനോട് ഭയങ്കര അസൂയ തോന്നിപ്പോയി. കാരണം ജീവിച്ചിരിക്കുമ്പം തന്നെ നിത്യത വരെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. പണ്ട് ഒരു സംഭവം ഉണ്ടായി. യേശുക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ കർത്താവ് മരിച്ച അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോഴേ കർത്താവ് സ്വർഗാരോഹണത്തിന് മുമ്പിരിക്കുമ്പം ഒരു സംഭവം ഉണ്ടായി. കർത്താവ് പത്രോസിനോട് ദൂത് പറഞ്ഞു, നീ യൗവനത്തിൽ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ അരമുറുക്കി ഇങ്ങനെ പോയി, എന്നാൽ നിനക്ക് വാർദ്ധക്യം വരുന്നുണ്ട്, നീ വാർദ്ധക്യം പ്രാപിക്കും, മറ്റൊരുത്തൻ അരമുറുക്കി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തൊക്കെ നിന്നെ കൊണ്ടുപോകും എന്ന് ഒരു ദൂത് പറഞ്ഞു. അത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് അറിയത്തില്ല. പത്രോസ് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല, പകരം വേറൊരു ചോദ്യം പുള്ളി തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു. എന്താ ചോദിച്ചെന്നറിയാമോ? പത്രോസ് വേറൊരു ശിഷ്യനെ കണ്ടിട്ട്, നിങ്ങള് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 20, 21, 22 വാക്യങ്ങളാണ് ഈ ഭാഗം. വളരെ രസമായി ഭാഗം. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ ചെല്ലുന്നത് കണ്ട്, യോഹന്നാനെ കുറിച്ചാണ്, അത്താഴത്തിൽ അവന്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട്, കർത്താവെ നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആരെന്ന് ചോദിച്ചതും ഇവൻ തന്നെ. അപ്പൊ അത് മാറോട് ചേർന്നിരുന്ന ആള് യോഹന്നാനാ. അപ്പം തന്നോടുള്ള ദൂത് കേട്ടിട്ട് എക്സൈറ്റ് ഒന്നും ആകായില്ലേ, പത്രോസ് എടുത്ത വായി ചോദിച്ചാണെന്നറിയോ? അവനെ കണ്ടിട്ട്, ആരെ കണ്ടിട്ട്? യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന ഈ യേശുവിനെ സ്നേഹിച്ച, അല്ലെങ്കിൽ യേശു സ്നേഹിച്ച ഈ ശിഷ്യനെ കണ്ടിട്ട്, കർത്താവേ ഇവന് എന്തു ഭവിക്കുമെന്ന് യേശുവിനോട് ചോദിച്ചു. കർത്താവ് എന്നോട് മറുപടി എക്സൈറ്റിംഗ്. കർത്താവ് പറഞ്ഞ മറുപടി, യേശു അവനോട്, ഞാൻ വരുവോളം അവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്? സത്യത്തിൽ അത് അതുപോലെ സംഭവിച്ചില്ലേ? ഞാൻ വരുവോളം അവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിനക്കെന്ത്? യേശുക്രിസ്തു വരുന്നവൻ വരെ യോഹന്നാൻ ഇരുന്നോ? ജഡപ്രകാരം ഇരുന്നില്ല, പക്ഷേ നിത്യത വരെ ജീവിച്ചിരിക്കുമ്പോൾ യോഹന്നാൻ കണ്ടെന്ന് പറഞ്ഞാൽ യേശു അന്ന് പറഞ്ഞതിന്റെ അക്ഷരിക നിവൃത്തിയാണ്. ഞാൻ വരുന്നിടം വരെ, യേശുക്രിസ്തുവിന്റെ വരവും എറ്റേണിറ്റി എല്ലാം കണ്ടിട്ടാണ് പുള്ളി പോയത്. ഇത്രയും അമേസിംഗ് ആയിട്ടുള്ള, ഇത്രയും ലക്കി ആയിട്ടുള്ള ഒരു മനുഷ്യനെ, സ്തോത്രം, വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ നീക്കി കാണിക്കുന്ന പരിപാടി അന്നുകൊണ്ട് ദൈവം നിർത്തി. വെളിപ്പാട് പുസ്തകം കൊണ്ട് നിർത്തി. മറ നീക്കി കാണിക്കുന്ന ദൈവിക പരിപാടി. സ്തോത്രം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അതുകൊണ്ടാണ് മർമ്മം എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3-ാം വാക്യത്തിനകത്ത് പ്രത്യേകം 3-ന്റെ 3-ൽ പ്രത്യേകം പറയുന്നുണ്ട്, മർമ്മം വെളിപ്പെടുത്തു. മർമ്മം വെളിപ്പെട്ട് കഴിഞ്ഞു, ഇനി വെളിപ്പെടാനൊന്നുമില്ല, വെളിപ്പെട്ട് കഴിഞ്ഞു. മറ നീക്കുന്ന പ്രോഗ്രാം ദൈവം അവസാനിപ്പിച്ചിരിക്കുകയാണ്. പഴയ നിയമത്തിൽ ഒത്തിരി ആളുകൾക്ക് ദൈവം മറ നീക്കി കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യെഹെസ്കേൽ, അദ്ദേഹത്തിന് മുഴുവൻ ദൈവം മറ നീക്കി കാണിക്കുകയായിരുന്നു. സെഖരിയാവ്, ആമോസ്, ദാനിയേൽ, ഇവർക്കെല്ലാം ദൈവം അപ്പോകാലിപ്സിസ് ആയിരുന്നു, മറ നീക്കി കാണിച്ചു കൊടുക്കുകയായിരുന്നു. സ്തോത്രം. അപ്പോൾ അന്ന് അവർക്ക് വേണ്ടി ദൈവം മറ നീക്കി കാണിച്ച അതേ സ്വഭാവമുള്ള ഗ്രന്ഥമാണ്
വെളിപ്പാട് പുസ്തകം. എന്നാൽ ഇന്ന് ആരും എന്നോട് പിണങ്ങരുത്, ഇന്ന് മറനീക്കി കാണിക്കുകയാണോ എന്ന് ചോദിച്ചാൽ, ഇന്ന് വെളിപ്പാടാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാൻ പറ്റുകയില്ല. ഇന്ന് ദൈവം കൊടുക്കുന്നത് പ്രകാശനമാണ്. ഈ എഴുതപ്പെട്ട തിരുവെഴുത്തുകൾ നിനക്ക് പ്രകാശിപ്പിച്ചു തരാൻ ഇന്നിവിടെ നിനക്ക് സഹായകനായ ഒരാളെ തന്നിട്ടുണ്ട്. ആ ആള് നിനക്ക് ഈ തിരുവെഴുത്ത് ഇങ്ങനെ പ്രകാശിപ്പിച്ച് തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് വെളിപ്പാടല്ല, പ്രകാശനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. വെളിപ്പെടുത്തപ്പെട്ട തിരുവെഴുത്തുകളുടെ പ്രകാശനമാണ് ഇന്ന് നടക്കുന്നത്. ഒരാൾക്ക് പ്രകാശനമായി കിട്ടിയ ഒരു സത്യം മറ്റൊരാളോട് അത് കൈമാറുമ്പോൾ അതിന്റെ പേര് വ്യാഖ്യാനം എന്നായി മാറുന്നു. സ്തോത്രം. അതിന്റെ പേര് വ്യാഖ്യാനം എന്നായി മാറും. നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗൗരവമേറിയ ചില കാര്യങ്ങൾ കൂടെ ചിന്തിപ്പാനുണ്ട്. സ്തോത്രം. ശേഷം നമുക്ക് വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം. അതുകൊണ്ട് ഈ വെളിപ്പാട് പുസ്തകം നമ്മുടെയും നമ്മുടെ സഭയുടെയും യഹൂദന്മാരുടെയും ജാതീയ ലക്ഷണങ്ങളുടെയും സകലത്തിന്റെയും ഭാവി പറയുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള മെസ്സേജ് കൈമാറുന്ന ഏക പുസ്തകമാണ് പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകം. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ചൊന്നറിയാൻ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ദിവസങ്ങളിൽ ഈ പുസ്തകത്തെ ഒന്ന് അപ്രോച്ച് ചെയ്യാം. അടുത്ത ബുധനാഴ്ചത്തേക്ക് ഈ പുസ്തകം നിങ്ങൾ വായിച്ചു കൊണ്ടുവരിക. കർത്താവ് തന്നെ സഹായിക്കട്ടെ. പ്രാർത്ഥന.